ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC തുർക്കി എത്തുകയുണ്ടായി. ദക്ഷിണ ഏഷ്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കപ്പൽ കേരളത്തിൽ എത്തിയത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. 1/2 കിലോമീറ്റർ നീളമുള്ള, അതായത് 4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നീളവും വീതിയുമുള്ള ഈ കപ്പൽ 2.5 ലക്ഷം ടൺ സാധനങ്ങളാണ് വഹിക്കാൻ കഴിവുള്ളത്. ഈ കപ്പലിനെ കാണാൻ ഒട്ടനവധി പേർ വിഴിഞ്ഞത്ത് വരികയുണ്ടായി. കാരണം ലോകത്തിലെ തന്നെ മഹാ അത്ഭുതങ്ങളിലൊന്നാണ് MSC തുർക്കി. കപ്പലുകളുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ആദ്യത്തെ വിമാനമേത്? ആദ്യത്തെ കാർ ഏത്? ആദ്യത്തെ ബസ് ഏത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു ഉത്തരമുണ്ട്. എന്നാൽ ആദ്യത്തെ കപ്പലേത് എന്ന ചോദ്യത്തിനോ ഉത്തരം പറയുക പ്രയാസമാണ്. ആയിരക്കണക്കിന് വർഷം മുമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ബോട്ടുകളും കപ്പലുകളും ഉപയോഗിച്ചിരുന്നു. ഏതാണ് ആദ്യത്തേത് എന്ന് പറയുക തീർത്തും പ്രയാസമാണ്. എങ്കിലും ഒരു കാര്യം ചരിത്രകാരന്മാർ ഉറപ്പു പറയുന്നു. ഇന്നത്തെ കപ്പലുകളുടെയും ബോട്ടുകളുടെയും എല്ലാം മുൻഗാമി ചങ്ങാടമായിരുന്നു. നദിയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു മരക്കമ്പ്. ആ കാഴ്ചയിൽ നിന്നാകും ആദിമ മനുഷ്യൻ ചങ്ങാടമുണ്ടാക്കാൻ പഠിച്ചത്. ചങ്ങാടങ്ങൾ വളരെ എളുപ്പം നിർമ്മിക്കാം. അതിന് പണിയായുധങ്ങളും ഏറെയൊന്നും വേണ്ട. കാട്ടിൽ വീണുകിടക്കുന്ന മരക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ മുളകൾ തേടിപ്പിടിക്കുക, കല്ലുളി കൊണ്ട് കാട്ടുവള്ളികൾ മുറിക്കുക, അവ കൂട്ടിക്കെട്ടുക. ആദിമ മനുഷ്യൻ്റെ ടെക്നിക്കായിരുന്നു അത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചങ്ങാടങ്ങൾ കുഴപ്പക്കാരാണ്. യാത്ര അത്ര സുരക്ഷിതമല്ല. ഒഴുക്കിൽ എപ്പോഴാണ് ചങ്ങാടം വെള്ളം കയറി മറയുന്നതെന്ന് പറയാനുമാവില്ല. ചങ്ങാടങ്ങളെ നിയന്ത്രിക്കുകയും ബുദ്ധിമുട്ടാണ്. ചങ്ങാടങ്ങളുടെ പരന്ന ആകൃതി വളയ്ക്കാനും തിരിക്കാനും സഹായകരമല്ല. ഒരു പ്രത്യേക ദിശയിലേക്ക് അവയെ തിരിച്ചുവിടാനും പ്രയാസമാണ്. ഒഴുക്ക് കുറഞ്ഞ നദികളിൽ ചങ്ങാടത്തിൽ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം ഭാരം കയറ്റിയും സഞ്ചരിക്കാം. എന്നാൽ ഒഴുക്ക് കൂടിയ നദികളിൽ ചങ്ങാടയാത്ര വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. യാത്ര കടലിലാണെങ്കിൽ പറയുകയും വേണ്ട. കടൽ തിരയിൽപ്പെട്ട് ഏത് നിമിഷവും ചങ്ങാടം തകരാം. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ആദിമ മനുഷ്യൻ ചങ്ങാടത്തിൽ കടൽ സഞ്ചാരം നടത്തി. അവർ മെയ്ക്കരുത്തും മനക്കരുത്തും തുണയാക്കി ചങ്ങാടങ്ങളിൽ കൂറ്റൻ തിരമാലകൾ മുറിച്ച് മുന്നോട്ട് പോയി. ഇത് സംബന്ധിച്ച തെളിവുകൾ ചരിത്രകാരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ചങ്ങാടങ്ങൾ ഉണ്ടാക്കി കൈകൊണ്ട് തുഴഞ്ഞായിരുന്നു ആദ്യം മനുഷ്യൻ്റെ ജലയാത്ര. പിന്നീട് ചങ്ങാടം നിയന്ത്രിക്കാൻ തുഴകൾ വന്നു. അതോടെ ചങ്ങാടയാത്രകൾ കുറേയൊക്കെ സൗകര്യപ്രദമായി. തുടർന്ന് അവയുടെ ആകൃതി പരിഷ്കരിക്കപ്പെട്ടു. അങ്ങനെയാണ് വള്ളങ്ങൾ രൂപപ്പെട്ടത്. പിന്നീട് പായ്വഞ്ചിയും കപ്പലുമൊക്കെ രംഗത്ത് വന്നു. ആദിമ മനുഷ്യൻ്റെ ആദ്യ വള്ളങ്ങൾ മരത്തടി കുഴിച്ചുണ്ടാക്കിയവയായിരുന്നു. ഒറ്റത്തടി തുരന്നുണ്ടാക്കിയ ഇത്തരം വള്ളങ്ങൾ കുഴിവള്ളങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. 10,000 വർഷം മുമ്പ് തന്നെ മനുഷ്യൻ കുഴിവള്ളം ഉപയോഗിച്ചിരുന്നു. ഈർച്ചവാളുകളും കൊത്തുളികളും ഇല്ലാതിരുന്ന അക്കാലത്ത് എങ്ങനെ മനുഷ്യർ ഇത്തരം വള്ളങ്ങൾ പണിതു എന്നത് അത്ഭുതകരമാണ്. ചങ്ങാടങ്ങളെപ്പോലെ കുഴിവള്ളങ്ങൾ പണിയുക എളുപ്പമല്ല. മാസങ്ങൾ നീളുന്ന കഠിന അധ്വാനത്തിൻ്റെ
ഫലമായിരുന്നു ഓരോ കുഴിവള്ളവും. ഏക ആശ്രയം കൈകൾ മാത്രം. കുഴിവള്ളത്തിൻ്റെ പണി അത്യന്തം രസകരമാണ്. വള്ളമുണ്ടാക്കാൻ പറ്റിയ മരം കണ്ടെത്തലാണ് ആദ്യ പണി. പിന്നീട് അത് മുറിച്ച് താഴെയിടണം. മരം വെട്ടുന്ന ഉപകരണങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ചുവട് കത്തിച്ചായിരുന്നു മരം നിലത്ത് വീഴ്ത്തിയിരുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ വള്ളം പണിയാൻ പറ്റിയ ഒറ്റത്തടി കാറ്റിൽ വീണ് കിട്ടും. തടി കിട്ടിയാൽ പിന്നെ വള്ളം കൊത്തിയെടുക്കുന്ന പണി തുടങ്ങും. ഇതിന് പറ്റിയ ഉപകരണങ്ങളും അന്ന് ഉണ്ടായിരുന്നില്ല. ഇവിടെയും ആശ്രയം തീ തന്നെയാണ്. വേണ്ടാത്ത ഭാഗങ്ങൾ ആദ്യം തീ കത്തിച്ച് കരിക്കും. കരിഞ്ഞ ഭാഗങ്ങൾ കല്ലുളികൾ കൊണ്ട് ചുരണ്ടിക്കളഞ്ഞ് വള്ളമുണ്ടാക്കും. ആദിമ മനുഷ്യൻ്റെ ഏറ്റവും മികച്ച ജലവാഹനമായിരുന്നു കുഴിവള്ളം. കട്ടി കൂടിയ ഒറ്റത്തടിയിൽ നിർമ്മിച്ചവയായതിനാൽ കുഴിവള്ളങ്ങൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഏറെക്കാലം നിലനിൽക്കുന്നവയായിരുന്നു. കടൽ യാത്രയ്ക്കും ഇവ കൂടുതൽ സുരക്ഷിതമായിരുന്നു. ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു തരം വള്ളമായിരുന്നു തോൽ വള്ളം. പേര് സൂചിപ്പിക്കുന്നത് പോലെ മൃഗത്തോൽ പൊതിഞ്ഞ വള്ളങ്ങളാണ് തോൽ വള്ളങ്ങൾ. ഇന്നും ചിലയിടത്ത് ഇത്തരം വള്ളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടുപോലെ വൃത്താകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ ഉള്ള ചട്ടക്കൂടിൽ തോൽ പൊതിഞ്ഞാണ് തോൽ വള്ളങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. വള്ളത്തിൽ വെള്ളം കയറാതിരിക്കാനാണ് തോൽ കൊണ്ട് പൊതിയുന്നത്. മൃഗങ്ങളുടെ എല്ല്, ഭാരം കുറഞ്ഞ തടികൾ എന്നിവ ഉപയോഗിച്ചാണ് വള്ളത്തിൻ്റെ ചട്ടക്കൂട് ഉണ്ടാക്കിയിരുന്നത്. തോൽ വള്ളങ്ങളുടെ അവശിഷ്ടങ്ങൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വേട്ടയാടി നടന്നിരുന്ന മനുഷ്യരാവണം ഇത്തരം വള്ളങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അവർക്കാണല്ലോ മൃഗത്തോലും എല്ലുമൊക്കെ കിട്ടാൻ എളുപ്പം. പുരാതന ഇറാഖിൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിൽ ഉപയോഗിച്ചിരുന്ന വലിയ തോൽവള്ളങ്ങളാണ് കോഫ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ തോണിയിൽ 20 യാത്രക്കാർക്ക് വരെ കയറാമായിരുന്നു. ആദ്യകാലത്ത് ഈജിപ്തിൽ മുളകൾ കൊണ്ടുള്ള വഞ്ചികളായിരുന്നു ഉണ്ടായിരുന്നത്. പലകകൾ കൂട്ടിയോജിപ്പിക്കുന്ന വിദ്യ കണ്ടെത്തിയതോടെ മുളവഞ്ചികൾക്ക് പകരം വൻ കപ്പലുകൾ രംഗത്തെത്തി തുടങ്ങി. ഈജിപ്തിൽ വൻമരങ്ങൾ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ മരങ്ങളിൽ നിന്നും കിട്ടുന്ന ചെറു പലകകൾ കൂട്ടിച്ചേർക്കുന്ന വിദ്യ അവർ പരീക്ഷിച്ചത്. പലകകൾ കൂട്ടിച്ചേർക്കാൻ പുല്ലുകൾ പിരിച്ചെടുക്കുന്ന കയറാണ് ഉപയോഗിച്ചിരുന്നത്. ഈജിപ്തുകാർ പലകകൾ ചേർത്ത് കപ്പലുണ്ടാക്കിയത് എങ്ങനെ എന്നതിനെക്കുറിച്ച് 2 വാദങ്ങളുണ്ട്. മരത്തിൻ്റെ പശ തേച്ച തുണി കൊണ്ട് പൊതിഞ്ഞ മുളവഞ്ചിയിൽ പലകകൾ ഉറപ്പിച്ചായിരുന്നു അവയുടെ കപ്പൽ നിർമ്മാണം എന്നാണ് ഒന്നാമത്തെ വാദം. പലകകൾ ഉറപ്പിക്കുന്നതോടെ മുളകൾ പൊളിച്ചു മാറ്റുമത്രേ. രണ്ടാമത്തെ വാദമനുസരിച്ച് കുഴിവള്ളങ്ങൾക്ക് ഉള്ളിൽ പലകകൾ കൊണ്ട് ചട്ടക്കൂട് പണിതുറപ്പിച്ചാണ് ഈജിപ്തുകാർ കപ്പലുകൾ ഉണ്ടാക്കിയിരുന്നത്. ആദ്യം ഈ തടിക്കപ്പലുകളെ മുന്നോട്ട് നീക്കിയിരുന്നത് തുഴകളായിരുന്നു. അധികം വൈകാതെ ഇവയിൽ പായകൾ ഉപയോഗിച്ചു തുടങ്ങി. പായ് കപ്പലുകളിലാണ് പിരമിഡുകൾ നിർമ്മിക്കാൻ വലിയ കല്ലുകൾ കൊണ്ടുവന്നിരുന്നത്. കപ്പൽ നിർമ്മാണ വിദ്യയിലെ ആദ്യ മുന്നേറ്റം പുരാതന ഈജിപ്തുകാരുടേത് തന്നെയായിരുന്നു. ചെറിയ തടിപ്പലകകൾ കൂട്ടിച്ചേർത്ത് വലിയ കപ്പൽ പണിയുന്ന വിദ്യയായിരുന്നു ആ മുന്നേറ്റം. BC 3000 മുമ്പ് തന്നെ ഈ വിദ്യ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. തുഴകളായിരുന്നു പുരാതന കാലത്തെ കപ്പലുകൾക്ക് വേഗം നൽകിയിരുന്നത്. കൂടുതൽ വേഗത്തിന് കൂടുതൽ തുഴക്കാർ വേണ്ടി വന്നു. എന്നാൽ തുഴക്കാർ കൂടുന്നതോടെ കപ്പലിൻ്റെ നീളവും കൂട്ടേണ്ടി വരും. അന്നത്തെ നിർമ്മാണ വിദ്യ ഒരു പരിധിക്കപ്പുറം കപ്പലിൻ്റെ നീളം കൂട്ടാൻ അനുവദിച്ചിരുന്നില്ല. ഇതിന് പരിഹാരമായിരുന്നു ഗാലി എന്നറിയപ്പെടുന്ന കപ്പലുകൾ. ഇതിൽ ഒരു ഗാലറിയിൽ എന്ന പോലെ പല തട്ടുകളിൽ തുഴക്കാരുടെ നിരകളുണ്ടാകും. ഒരു നിര തുഴക്കാർക്ക് മുകളിൽ മറ്റൊരു നിര, അതിന് മുകളിൽ മറ്റൊന്ന്. ഇങ്ങനെ പോകും ഈ കപ്പലുകളിലെ തട്ടുകൾ. തട്ടുകളുടെ എണ്ണം കൂട്ടി കപ്പലിൻ്റെ നീളം കൂട്ടാതെ കൂടുതൽ തുഴക്കാരെ ഉൾക്കൊള്ളാൻ ഗാലിക്ക് കഴിഞ്ഞു. 2 തട്ടിൽ തുഴക്കാരുള്ള കപ്പലുകളെ ബൈറീംസ് എന്നാണ് വിളിച്ചിരുന്നത്. BC 1700-നും BC 600-നും ഇടയിൽ ബൈറീംസ് ഉപയോഗിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു. ഫിനിഷ്യക്കാരായിരുന്നു ആദ്യമായി ബൈറീംസിന് രൂപം നൽകിയത്. ഇന്നത്തെ ലെബനോൺ പ്രദേശത്ത് വസിച്ചിരുന്ന ഇവർ പ്രധാനമായും കച്ചവടക്കാരായിരുന്നു. ബൈറീംസിൽ ഇവർ വിദൂര ദേശങ്ങളായ ബ്രിട്ടനിലും ആഫ്രിക്കയിലും മറ്റും പോയി വന്നിരുന്നുവത്രേ. പിന്നീട് കപ്പലുകളിൽ നേരത്തെ സൂചിപ്പിച്ച തട്ടുകളുടെ എണ്ണം വളരെ വർദ്ധിച്ചു. 40 തട്ടുകൾ വരെയുള്ള കപ്പൽ ഉണ്ടായിരുന്നുവത്രേ. ഇത്തരം കപ്പലുകളിൽ തുഴക്കാർ ഓരോ തുഴയുമായി ഇരിക്കുകയായിരുന്നോ അതോ ഒരു തുഴ തന്നെ ഒന്നിലധികം പേർ പിടിച്ച് തുഴയുകയായിരുന്നോ എന്നതിൽ
ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പായ്ക്കപ്പലുകളുടെ വരവോടെ തട്ടുകപ്പൽ കടലിൽ നിന്ന് മറഞ്ഞു. പുരാതന കാലത്തെ വൻ നാവിക ശക്തികളിലൊന്നായിരുന്നു റോം. ശക്തമായ ഗാലി കപ്പലുകളും വൻ ചരക്ക് കപ്പലുകളും റോമ സാമ്രാജ്യത്തിൻ്റെ കപ്പൽ വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഈ കപ്പൽ വ്യൂഹമായിരുന്നു പുരാതന കാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശത്ത് റോമൻ മേൽക്കോയ്മ സ്ഥാപിക്കാൻ സഹായിച്ചത്. ആദ്യകാലത്ത് തുഴകളായിരുന്നു കപ്പലുകളെ ചലിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. കൂടുതൽ വേഗത്തിന് കൂടുതൽ തുഴക്കാർ. എന്നാൽ തുഴക്കാരുടെ എണ്ണം കൂടുന്നത് കപ്പലുകളിലെ സ്ഥലം കുറച്ചു. ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും കരുതേണ്ടി വന്നു. ഇതോടെ കപ്പലിൽ മറ്റൊന്നിനും സ്ഥലമില്ലാതെയായി. ഇതിനൊക്കെ പരിഹാരമായാണ് കപ്പൽ പായകളുടെ രംഗപ്രവേശം. കപ്പൽ പായ കൊണ്ട് കാറ്റിൻ്റെ വേഗത്തിനൊത്ത് കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു. മെസോപ്പൊട്ടേമിയക്കാരാണ് കപ്പൽ പായ കണ്ടുപിടിച്ചത്. 7000 വർഷം മുമ്പായിരുന്നു അത്. എന്നാൽ കപ്പൽ പായ ഏറ്റവും ബലവത്തായി ആദ്യം ഉപയോഗിച്ചത് ഈജിപ്തുകാരാണ്. BC 3000 ചില ഈജിപ്ഷ്യൻ ചിത്രങ്ങളിൽ നൈൽ നദിയിൽ ഒഴുകുന്ന പായ്ക്കപ്പലുകൾ കാണാം. മുകളിലും താഴെയും കമ്പുകൾ കെട്ടി ദീർഘചതുര പായകൾ ഈജിപ്തുകാരുടെ സംഭാവനയായിരുന്നു. പിന്നീട് ഫിനീഷ്യരും ഗ്രീക്കുകാരും റോമക്കാരും വൈക്കിങ്ങുകളും പായ്ക്കപ്പലുകൾ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തുകാരെ പോലെ ഇവരും ചതുരാകൃതിയിലുള്ള പായകളാണ് ഉപയോഗിച്ചിരുന്നത്. കപ്പലിന് പിന്നിൽ നിന്ന് മുന്നോട്ടാണ് കാറ്റിൻ്റെ ഗതിയെങ്കിൽ ചതുരപ്പായകൾ നന്നായി പ്രവർത്തിക്കും. എന്നാൽ കാറ്റ് മുന്നിൽ നിന്ന് പിന്നോട്ടാകുമ്പോൾ ഇത്തരം പായകൾ കപ്പലുകളെ പിന്നോട്ടടിക്കും. കപ്പൽ പായകളുടെ ഈ കുഴപ്പം പരിഹരിച്ചത് അറേബ്യക്കാരാണ്. അവർ ത്രികോണാകൃതിയിലുള്ള പായകൾ കണ്ടുപിടിച്ചു. ലാറ്റീൻ എന്നാണ് ഈ പായകളെ വിളിച്ചിരുന്നത്. പായ്ക്കപ്പലിൽ ഒന്നിലധികം പായകൾ ആദ്യം ഉപയോഗിച്ചത് ഗ്രീക്കുകാരാണ്. മധ്യഭാഗത്തെ പ്രധാന കൊടിമരത്തിൽ ചതുരപ്പായയും മുൻവശത്ത് ത്രികോണപ്പായയും കെട്ടിയായിരുന്നു ഇവരുടെ കപ്പൽ യാത്രകൾ. പണ്ടുകാലത്ത് പിൻഭാഗത്തുള്ള വലിയ തുഴകളാണ് കപ്പലിൻ്റെ ദിശ നിയന്ത്രിച്ചിരുന്നത്. കോഗിൻ ആധുനിക കപ്പലുകളിൽ ഉള്ളതുപോലെ ദിശ നിയന്ത്രിക്കാൻ റഡ്ഡർ പിടിപ്പിച്ചു. റഡ്ഡർ തിരിക്കുന്നതിനനുസരിച്ച് കപ്പലിൻ്റെ ദിശ മാറും. കൂറ്റൻ പായ്ക്കപ്പലുകളുടെ വരവോടെയാണ് സ്ഥിരം കപ്പൽ ഗതാഗതം സാധ്യമായത്. 1814 അൽബേനിയയ്ക്കും ന്യൂയോർക്കിനും ഇടയിൽ ചരക്ക് കപ്പൽ ഗതാഗതം തുടങ്ങി. പായ്ക്കറ്റ് കപ്പലുകൾ എന്നാണ് ഇവയെ വിളിച്ചിരുന്നത്. കപ്പലുകൾക്ക് വേഗവും വലിപ്പവും നൽകിയത് 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവമാണ്. അതോടെ കൽക്കരി കൊണ്ട് പ്രവർത്തിക്കുന്ന ആവിയന്ത്രങ്ങൾ കപ്പലുകളെ ചലിപ്പിക്കാൻ തുടങ്ങി. തുഴയിൽ നിന്നും പാമരത്തിൽ നിന്നും കപ്പലുകൾക്ക് മോചനം ലഭിച്ചു. കപ്പലുകളുടെ നെറുകയിൽ പാമരങ്ങൾക്ക് പകരം പുക തുപ്പുന്ന പുകക്കുഴലുകൾ പ്രത്യക്ഷപ്പെട്ടു. ആവിയന്ത്രങ്ങൾ ഘടിപ്പിച്ച കപ്പലുകൾ യാത്ര അതിവേഗത്തിലാക്കി. പായ്ക്കപ്പലുകളുടെ ഇരട്ടി വേഗത്തിലാണ് അവ കടലിൽ നീന്തിയത്. പതിയെ പതിയെ ആവിയന്ത്രങ്ങൾ ഘടിപ്പിച്ച കപ്പലുകൾ സമുദ്രസഞ്ചാരം തുടങ്ങി. അറ്റ്ലാന്റിക് സമുദ്രം കടന്ന ആദ്യ ആവിക്കപ്പൽ സാവന്ന ആയിരുന്നു. 1819 30 ദിവസം നീണ്ട ആ യാത്ര. അതിൽ 80 മണിക്കൂർ നേരം ആവിയന്ത്രം പ്രവർത്തിപ്പിച്ചു. ഇന്ന് ലോകത്ത് 50,000-ലധികം കപ്പലുകൾ സർവീസ് നടത്തുന്നുണ്ട്. ചരക്ക് കപ്പലുകളാണ് ഇവയിൽ ഏറെയും. കപ്പലിലൊരു ചന്ത സങ്കല്പിക്കാമോ? തുണിത്തരങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കാൻ വച്ചിരിക്കുന്ന നമ്മുടെ നഗരങ്ങളിലേതുപോലുള്ള ഒരു ചന്ത. ഒഴുകുന്ന നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിനോദയാത്ര കപ്പലുകളിൽ ഒന്നായ കടൽ സഞ്ചാരിയിൽ ചന്തയുമുണ്ട്. വോയേജർ ഓഫ് ദി സീസ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്. തിയേറ്റർ, വ്യായാമ കേന്ദ്രം, സ്റ്റേഡിയം തുടങ്ങി ഒരു ആധുനിക നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഈ കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കായി 1500 ആഡംബര മുറികളാണ് കപ്പലിലുള്ളത്. കൂടാതെ വലിയ 3 ഹോട്ടലുകളുമുണ്ട്. ഒരേ സമയം 1800 യാത്രക്കാർക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്. 1999 കടൽ സഞ്ചാരി എന്ന ഈ കപ്പൽ ആദ്യമായി കടലിൽ ഇറക്കിയത്. 1000-ലേറെ ജോലിക്കാരാണ് ഈ കടൽ സഞ്ചാരി എന്ന കപ്പലിൽ ഉള്ളത്. കപ്പലുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.